വ്യക്തമായ തനിച്ച നിഷിദ്ധമായ പലിശ ഇടപാടാണ് ഈ ക്രെഡിറ്റ് കാർഡുകളിലൂടെ നടക്കുന്നത്. നമ്മൾ സമയത്ത് തിരിച്ചടച്ചാലും കാര്യമില്ല എന്നാ ഞാൻ പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് എടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ അപകടം അതിനുണ്ട്. സമയം തെറ്റിയാൽ ഞാൻ നിങ്ങൾക്ക് പലിശ തന്നോളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പാടുണ്ടോ? അപ്പൊ പലിശ ഇടപാടല്ലേ അത്. അതുകൊണ്ട് ഇത് പാടില്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് പലിശയുടെ ഗൗരവം എന്നുള്ളത് എത്രത്തോളം പഠിപ്പിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. പലരും ഇതിന്റെ സുന്ദര മോഹന വാഗ്ദാനങ്ങളിൽ അങ്ങോട്ട് കുടുങ്ങാണ്. ആളുകളെ കൊണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് എടുപ്പിക്കാൻ വേണ്ടി എല്ലാ ബാങ്കുകളും ഫോൺ വിളിച്ച് നിരന്തരം വലിയ വലിയ പ്രലോഭനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുക. മാത്രമല്ല പലരും ഇന്ന് പലപ്പോഴും വലിയ അഭിമാനത്തോടെ പറയാറുണ്ട്, നമ്മളിപ്പോ എയർപോർട്ടൊക്കെ സാധാരണ സമയത്തിന്റെ ഒക്കെ മുമ്പൊക്കെ നമ്മളാണ് പോകും. കാരണം നമ്മളെടുത്ത് ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അവിടെ പോയിട്ട് നല്ല ലക്ഷറി ഫുഡ് വലിയ വില കൊടുത്തിട്ട് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ കഴിക്കേണ്ട ഫുഡാണ് നമ്മൾ കേവലം 2 രൂപക്ക് കഴിക്കുന്നത്. ആഹാ, അങ്ങനെ ഉണ്ടോ? അപ്പൊ പാവങ്ങളൊക്കെ ആലോചിക്കുകയാണ്, ഞാൻ എത്ര കാലമായി എയർപോർട്ടിലൂടെ യാത്രയാകുന്നു, ഈ നല്ല ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ്സുകാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ലോഞ്ചിൽ പോയിട്ട് ഇഷ്ടം പോലെ മൂക്കുമുട്ടയെ ഭക്ഷണം കഴിക്കാമല്ലോ, നല്ല ലക്ഷറി ഫുഡുകൾ 2 റുപ്യ ഉണ്ടായാൽ മതിയല്ലോ, അതിന് ഈ ക്രെഡിറ്റ് കാർഡ് ഉപകരിക്കും. ഇതേപോലെയുള്ള വലകൾ എറിഞ്ഞിട്ടാണ് ബാങ്കുകളിൽ ആളുകളെ പ്രലോഭിപ്പിക്കുന്നത്. ആ ചതിയിൽ പെട്ടുപോകുന്നു. ആ കഴിക്കുന്ന ഭക്ഷണം അവന് ഹലാലാണോ? ഇല്ല. കാരണം പലിശാധിഷ്ഠിതമായ ഈ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന ആനുകൂല്യങ്ങളും നമുക്ക് എന്ത് തന്നെയാണ്, അനുഭവിക്കൽ നിഷിദ്ധം തന്നെയാണ്. മാത്രമല്ല സ്വർണം പോലും ഇതുകൊണ്ട് ആളുകൾ പർച്ചേസ് ചെയ്യാണ്. തനിച്ച ഹറാമല്ലേ? ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗോൾഡോ സിൽവറോ പർച്ചേസ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. കാരണം ഇത് റെഡി ക്യാഷിന്റെ ഇടപാടല്ല. ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് റെഡി ക്യാഷ് അല്ല, ഇത് കടമായിട്ടാണ്. അപ്പോ റെഡി ക്യാഷ്, റൊക്കം ക്യാഷ് കൊടുത്തിട്ടേ സ്വർണവും വെള്ളിയും പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് റെഡി ക്യാഷിനെ നടത്താൻ പറ്റുള്ളൂ. ഇത് കടമാണ്. കടമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് മുഖേന ഉപയോഗപ്പെടുത്തിയിട്ട് ജ്വല്ലറികളിൽ നിന്ന് നമുക്ക് സ്വർണം അതുപോലെ തന്നെ വെള്ളി ഒന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നിഷിദ്ധമായ ഇടപാടുകളാണ്. ഇത് എത്ര പേർക്കറിയാം? ആരാണെന്ന് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിർഹമു റിബൻ, പലിശയുടെ 1 ദിർഹം, പലിശയുമായുള്ള ചെറിയ ഇടപാടാ പറയുന്നത്. പലിശയുടെ 1 ദിർഹം യഅ്കുലുഹു റജുലു, ഒരാളത് ഭക്ഷിക്കുന്നു, വഹുവ യഅലമുഹു, അറിഞ്ഞുകൊണ്ടൊരാൾ പലിശയുടെ 1 ദിർഹം ഭക്ഷിക്കുന്നുവെങ്കിൽ അശദ്ദു മിൻ 36 സനിയ, 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുപ്പമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്താ ഈ കേൾക്കുന്നത്? അപ്പൊ നമ്മൾ പറയും, ഞാൻ ദിർഹം ഭക്ഷിക്കുന്നില്ലല്ലോ, പിന്നെ ഈ ആനുകൂല്യങ്ങളൊക്കെ ഭക്ഷിക്കുന്നില്ലേ, ഉപയോഗപ്പെടുത്തുന്നില്ലേ? മാത്രമല്ല സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ടതിനെ എല്ലാം പാപത്തിൽ സമാനമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുള്ളത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമുകിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. ശാപം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്തേക്ക് ആട്ടി ഓടിക്കപ്പെടുക എന്നാണ്. അതാണ് അള്ളാഹിന്റെ റസൂലിന്റെ ശാപം എന്നൊക്കെ പറഞ്ഞാൽ. ആരെ? പലിശ ഭുജിക്കുന്നവനെ, അത് മറ്റുള്ളവനെ തീറ്റിക്കുന്നവനെ, അതിന്റെ കണക്കെഴുതുന്ന ക്ലർക്കിനെ, അതിന് സാക്ഷി നിൽക്കാൻ വേണ്ടി ബാങ്കിലൊക്കെ പോയി ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകളെ, വഖാലഹും സവാ, അവരൊക്കെ ഈ കുറ്റത്തിൽ സമമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇത് അള്ളാഹും റസൂലും നമ്മളോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന വിഷയമാണെന്നാണ്. സൂറത്തുൽ ബഖറ വളരെ കൃത്യമായി പറഞ്ഞു, ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പക്ഷത്ത് നിന്ന് നിങ്ങൾക്കെതിരിലുള്ള യുദ്ധപ്രഖ്യാപനത്തെ പറ്റി അറിഞ്ഞുകൊള്ളൂ എന്നാണ് അള്ളാഹു വളരെ താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു റസൂലൊക്കെ നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് എവിടെയാ വിജയം കിട്ടുക, എവിടെയാ ബർക്കത്ത് കിട്ടിയ, എവിടെയാ നമുക്ക് റഹ്മത്ത് കിട്ടുക സഹോദരങ്ങളെ? അപ്പൊ അത്രത്തോളം ഗുരുതരമായ നിലക്കാണ്. ഇനി ഇവിടെ പലരും ഉന്നയിക്കുന്ന ഒരു സംശയം, അല്ല മൗലവി, നിങ്ങൾ ഈ ലോകം അറിയാതെ സംസാരിക്കല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും പല ഇടപാടുകൾക്കും അതേപോലെ ധാരാളമായി യാത്ര ചെയ്യുന്ന അത്തരത്തിലുള്ള യാത്രക്കാർക്കുമൊക്കെ ചില ഇടപാടുകൾ നടത്തണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലാതെ ഒരു നിവൃത്തിയുമില്ല എന്നുള്ള വിവരം നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ വിവരമുണ്ട്.
അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ അത്രയും നിർബന്ധിതമായ ഒരു സാഹചര്യമാണോ, ക്രെഡിറ്റ് കാർഡ് മുഖേനയല്ലാതെ മറ്റൊരു നിലക്കും ട്രാൻസാക്ഷൻ നടക്കുകയില്ല എന്ന വിധത്തിലുള്ള ഒരു ഇടപാടിന് നിങ്ങൾ നിർബന്ധിതമാവുകയാണെങ്കിൽ നിങ്ങൾക്കത് നിർബന്ധിതമായ സാഹചര്യത്തിൽ അത് അനുവദനീയമാകും. അപ്പോഴും അവിടെ രണ്ട് ഉപാധികൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇടപാട് തുകയുണ്ടല്ലോ, ആ ഇടപാട് തുക തത്സമയം തന്നെ എന്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ അപ്പൊ തന്നെ കട്ട് ചെയ്തോളണം എന്ന് ബാങ്കിനോട് നമ്മൾ ആദ്യമേ ഒരു കരാറിലെത്തണം. നിങ്ങളെ ക്രെഡിറ്റ് കാർഡ്, അതിന് നമുക്ക് അക്കൗണ്ടിൽ പണം വേണം. ഇത് അക്കൗണ്ടിൽ 5 പൈസ അല്ലാത്തവനാണ് ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ക്രെഡിറ്റായി ഇങ്ങനെ നടക്കുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ ഇത് വേണമെന്ന് നിർബന്ധമുണ്ടോ എങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കോളൂ, എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പണവും വേണം. ആ ബാങ്കിനോട് നിങ്ങൾ പറയണത്, നിങ്ങൾ എത്ര തുകക്കാണോ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അത്രയും തുക നിങ്ങൾ അപ്പൊ തന്നെ എന്റെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തോളൂ. അപ്പൊ പിന്നെ അവിടെ പലിശ വരുന്നില്ല. അപ്പൊ അവിടെ പലിശയുടെ ഒരു ഇനം അവിടെ വരുന്നില്ല. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ മാർഗം എന്താണ്? ബാങ്ക് കട്ട് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നടത്തുന്ന ഇടപാടിന് തുല്യമായ തുക എന്റെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ട് അത്രയും തുകക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്യാവൂ, ട്രാൻസാക്ഷൻ നടത്താവൂ, ഇടപാട് നടത്താവൂ. എന്നിട്ട് എന്ത് ചെയ്യണം, ഉടനെ തന്നെ അത്രയും തുക ഞാൻ അടച്ചു തീർക്കുകയും ചെയ്യണം. അപ്പോഴും പലിശ വരുന്നില്ല. ഇതൊക്കെ അനിവാര്യമായ സന്ദർഭങ്ങളിൽ മാത്രമാണ്. അല്ലാത്തവര് 100% ഈ ക്രെഡിറ്റ് കാർഡിന്റെ മേഖലയിൽ നിന്ന് പരിപൂർണമായും അങ്ങ് വിട്ടങ്ങ് നിൽക്കുക. അത് തീയാണ്, അത് പൊള്ളും. പൊള്ളാതെ അത് തൊട്ടവരാരും മടങ്ങിയ ചരിത്രമില്ലെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ